വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം പുതിയ വീഡിയോയും നമ്മുടെ ദൃശ്യവുമായിട്ട് ബന്ധപ്പെട്ട ദൃശ്യമല്ലാതെ മലയാള സിനിമയിൽ ഇപ്പോൾ ഒന്നും ഇല്ല, പുതിയതായിട്ടില്ല, പഴയ ചിത്രങ്ങളെ പറ്റിയൊന്നും കിട്ടുന്നില്ല. അപ്പം ദൃശ്യം നാടോടുമ്പോൾ നടുവേ ഓടുക എന്നുള്ള പഴഞ്ചൊല്ല് പ്രാവർത്തികമാക്കിക്കൊണ്ട് മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ദൃശ്യം 3യുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ചോദിക്കുന്നതാണ് ഇന്നത്തെ പ്രീഫെയിൽ, ബുധനാഴ്ച ദിവസത്തെ പ്രീഫെയിൽ എന്തെങ്കിലും കിട്ടിയില്ലയോ ചേട്ടാ എന്ന് ചോദിക്കാറുണ്ട്, വിളിച്ചു ചോദിക്കാറുണ്ട്. അതിനകത്ത് നമുക്ക് പങ്കുവെക്കാനുള്ളത് ഇന്നലത്തെ അപേക്ഷിച്ച് പ്രീഫെയിൽ കൂടുതലാണ്. ഇന്ന് 3,73,03,333 രൂപ. ഈ 3,333 രൂപ വിട്ടാലും 3,73,00,000 രൂപയാണ് ബുധനാഴ്ച ദിവസത്തെ പ്രീഫെയിൽ. 3,31,00,000 രൂപയായിരുന്നു ഇന്നലത്തെ പ്രീഫെയിൽ. അതിനു മുമ്പ് തിങ്കളാഴ്ച ദിവസത്തേക്ക് 3,98,00,000 രൂപയായിരുന്നു. അപ്പോൾ ഇന്നലെ 3,31,00,000 പ്രീഫെയിലുള്ളപ്പം ഇന്നലെ കളക്ഷൻ വന്നത് 5,65,00,000 രൂപയായിരുന്നു. 3,98,00,000 രൂപ പ്രീഫെയിലുള്ളപ്പം കളക്ഷൻ വന്നത് 6,65,00,000 രൂപയായിരുന്നു. ഇന്ന് 3,73,00,000 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് നിൽക്കാനാണ് ഇന്നത്തെ കളക്ഷൻ സാധ്യത. 3,73,00,000 പ്രീഫെയിൽ എന്നുള്ളത് ഏകദേശം 6 കോടി ടോട്ടൽ കളക്ഷനിലേക്ക് ഇന്ന് ചെന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇന്നുകൊണ്ട് കേരള കളക്ഷൻ 57 കോടിയിലേക്ക് എത്താനാണ് സാധ്യത കൂടുതൽ. ഇതെല്ലാം നമ്മളുടെ ഒരു കണക്ക് കൂട്ടലാണ്. ചിലപ്പോൾ ശരിയാകുപടി, മിക്കവാറും എല്ലാം ശരിയായിട്ടുണ്ട്. ഇന്ന് ശരിയാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കും. ഏകദേശം 6 കോടിക്ക് മുകളിലായിരിക്കാം ഇന്നത്തെ ടോട്ടൽ കളക്ഷൻ, കേരള കളക്ഷൻ കേട്ടോ. നമ്മുടെ വേൾഡ് വൈഡ് കളക്ഷൻ എനിക്ക് തോന്നുന്നു പൊതുവേ ഇന്ന് മികച്ച കളക്ഷൻ ഉണ്ടാകും. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ 3-4 ദിവസം അവധിയാണ്. അപ്പോൾ ഇന്ന് കളക്ഷൻ തൂക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി. ഏകദേശം ഒരു 15-20 കോടിക്കുള്ളിൽ ചെന്ന് നിൽക്കാവുന്ന കളക്ഷനായിരിക്കും. ഇന്നുകൊണ്ട് ഒരുപക്ഷെ 1,85,00,000 റേഞ്ചിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. നാളെ കൊണ്ട് ചിലപ്പം 200 കോടി കടക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കണക്കുകൂട്ടലാണ് മോനെ മക്കളെ, ഇതെല്ലാം നമ്മുടെ കണക്കുകൂട്ടലാണ് മക്കളെ. ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ ശരിയാകാതിരിക്കാം. അപ്പോൾ എല്ലാവരും കൂടെ എന്നെ പൊങ്കാല ഇടാൻ വരരുത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ബുധനാഴ്ച ദിവസത്തെ നമുക്ക് പറയാനുള്ളത്. ഇപ്പം ടിക്കറ്റ് ബുക്കിംഗ് നോക്കുമ്പോഴത്തേനും മികച്ച രീതിയിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. രാവിലെ തന്നെ ഏകദേശം 2,000-3,000 ടിക്കറ്റൊക്കെ മണിക്കൂർ വിറ്റുമാറുന്നുണ്ട്. ഇപ്പം നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 7-7:30 മണിയായതേ ഉള്ളൂ. അപ്പോഴും ഏകദേശം 3,000 ടിക്കറ്റൊക്കെ വിറ്റുമാറുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇന്ന് അല്പം കൂടെ കഴിയുമ്പം ടിക്കറ്റ് വിൽപ്പനയൊക്കെ വളരെ സ്മൂത്തായിട്ടും കൊലത്തൂക്ക് ടിക്കറ്റ് വിൽപ്പന ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവധി ദിവസമാണ്, കാത്തിരിക്കാം. പുതിയ വാർത്തകൾക്കും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ, ബായ്.